ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ മസാല ദോശേൻ്റെ ഫില്ലിംഗ് ഇല്ലേ, സാധാരണ നമ്മൾ കേരളത്തിന് പുറത്തുനിന്നെല്ലാം കഴിക്കുമ്പോൾ മസാല ദോശേൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ഉള്ളി, മല്ലിയിലേൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെയായിരിക്കും അല്ലേ. എപ്പോഴും ഞാൻ വിചാരിക്കും, ഞാൻ മുന്നേ കഴിച്ചൊരു മസാല ദോശേൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും അല്ലല്ലോ ഇതിന് വരുന്നതെന്ന് ഞാൻ എപ്പോൾ വിചാരിക്കലുണ്ട്. മുന്നേ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചതാണ് ഇത് കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. കുക്കറിൽ, ഒരു മീഡിയം കുക്കറാണ് കേട്ടോ. ആ കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മൾ ഉള്ളി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട് ഇതെല്ലാം ഇതേപോലെയാണ് ഞാൻ പീസാക്കൽ കേട്ടോ. നീളത്തിൽ പീസാക്കിയാലും മതി. ഞാൻ സ്ക്വയറിലാണ്, നീളത്തിലാണ് ഞാൻ മുന്നേ കഴിച്ചത്, ഹോട്ടലിൽ നിന്ന് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്കിട്ട് ഉണക്കമുളകും കൂടി ഇടും. നമ്മൾ കടുക് പൊട്ടിച്ചവട് ഇടും. കടുക് പൊട്ടിച്ചവട് ഉണക്കമുളക് ഇടുമ്പോൾ ഒരു കരിഞ്ഞൊരു കറുത്ത കളർ വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നിട്ടത് കേട്ടോ. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവറും മണമൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ തക്കാളി ഇട്ട് കൊടുക്കും. ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഉള്ളി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, തക്കാളി, കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകൊന്നും ചേർത്താൽ അതിൽ ടേസ്റ്റ് വരില്ല. നല്ലൊരു എരിവ് വേണേന്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണക്കമുളക് ചേർക്കുന്നത് കേട്ടോ. പച്ചമുളകിന് പകരം എരിവിന് ഉണക്കമുളക് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം നമ്മൾ ഒന്നിച്ചിട്ടാലും മതി കടുക് പൊട്ടിയിട്ടാകുമ്പോൾ. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, മറ്റേ മുളക് പൊടിയല്ല. നല്ല കളറില്ല മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കും. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഇടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. എണ്ണയുണ്ടല്ലോ അതിൽ. പിന്നെ നമ്മൾ ഈ തക്കാളീൻ്റെ കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളെല്ലാം കഴുകി വാരി പപ്പാടിടുമ്പോൾ അതിൻ്റെ നല്ല വെള്ളത്തിലല്ലേ നമ്മൾ കഴുകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ കുക്കറിൽ അതിൻ്റെ അടപ്പിട്ടാൽ ഇതുപോലെ ഒരു സീറ്റി വരണം. അധികം വെന്ത് ഉടഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു സീറ്റി വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കിയാൽ, സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസിൽ പോയിട്ട് തുറന്നാലും മതി. ഇതേ അവസ്ഥയിലുണ്ടാവും കേട്ടോ. മൊത്തത്തിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയ പോലെ വേണ്ട. നമ്മൾ മസാല ദോശ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകുന്നില്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ മാത്രം അങ്ങനത്തെ വേണ്ട. അങ്ങനെ എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചിടണം. നല്ലോണം ചതക്കണം കേട്ടോ. വെളുത്തുള്ളി നല്ലോണം വേണം. ഒരു 10-15 അല്ലി വേണം. അതാണ് അതിൻ്റെ ഫ്ലേവറേ. അത് വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരെ ഒരു കറീൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറിവേപ്പിലയും ഇട്ട് വെറുതെ അടച്ചങ്ങ് വെച്ചാൽ ഇത് ശരിക്കും റെഡിയായി. ഇത് ഞാൻ പണ്ട് നമ്മളെ നാട്ടിൽ തളിപ്പറമ്പിൽ കൈരളി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിന്. അവിടെ നിന്ന് കഴിച്ചതിൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റും ആണ് ഇനി. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മിക്കവാറും ഏത് കറി കൂട്ടിയാലും പിന്നെ അവരോട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആ ടേസ്റ്റ് മനസ്സിൽ വെച്ചിട്ട്, ആ മണവും ടേസ്റ്റും എനിക്ക് ഇപ്പോൾ മനസ്സിൽ, മൂക്കിൽ, നാവിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടലുണ്ട്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും.